Hi guys, welcome back to my channel Foods of Idiki. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ബീഫ് അച്ചാറാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. ബീഫ് അച്ചാർ ചെയ്തെടുക്കുന്നത് ഞാൻ അച്ചാർ പൊടി അങ്ങനെയൊന്നും ചേർത്തിട്ടല്ല. എങ്ങനെയാണ് ബീഫ് അച്ചാർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. പിന്നെ ബീഫിൽ വിനാഗിരി ഒഴിച്ചിട്ടാണ് നമ്മൾ എന്ത് അച്ചാറിലും നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത് വിനാഗിരി ഒഴിച്ചിട്ടാണ്. അപ്പോൾ വിനാഗിരി ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ എന്ന് ഞാൻ വേറെ കുറച്ച് യൂട്യൂബിൻ്റെയൊക്കെ കമൻറ്റിൽ കണ്ടു. നമുക്കൊരിക്കലും അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അച്ചാർ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ തന്നെ അത് പൂത്ത് ഫംഗസ് ആയിട്ട് പോകും. നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന കുറേ നാൾ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ പോലും ഉപയോഗിക്കാതെ നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പം നല്ലെണ്ണ വേണം, അതുപോലെ തന്നെ വിനാഗിരിയും വേണം. നമ്മുടെ ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് നമ്മൾ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഒരുപാടായിട്ട് ഒരു തൊടുകറി ആയിട്ടാണല്ലോ നമ്മൾ അച്ചാർ യൂസ് ചെയ്യുന്നത്. അത് കുറേ നാൾ സൂക്ഷിക്കുകയും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് പിക്കിളാണ്. ബീഫ് വെച്ചിട്ട് അച്ചാറാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തി തരാം. 300 ഗ്രാം ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ബീഫ് വെച്ചിട്ടായതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക്, 4 തണ്ട് കറിവേപ്പില, 2 ഉണക്കമുളക്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മുളക് പൊടിയിൽ വ്യത്യാസം വരുത്താം. 1/4 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചെടുത്തത്. ഉലുവ എണ്ണ ഒഴിക്കാതെ വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം അതുപോലെ തന്നെ എണ്ണ ഒഴിക്കാതെ വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അച്ചാറിന് കായം വേണം. കായത്തിൻ്റെ ടേസ്റ്റ് അച്ചാറിന് നല്ലതാണ്. 1/2 ടേബിൾ സ്പൂൺ വരെ കായം ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ കടുക്. നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ്. നല്ലെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ വരെ നല്ലെണ്ണ ചേർക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ വിനാഗിരി എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് ഉപ്പ്. നമുക്ക് ആദ്യമായിട്ട് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ബീഫ് വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ വേവ് അനുസരിച്ച് ബീഫ് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വേവുന്ന ബീഫാണെങ്കിൽ ഇപ്പോൾ കുക്കറിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അടുപ്പിൽ വെച്ച് വേവിച്ചാലും മതി. ഞാൻ ഈ ബീഫ് ഈ കുക്കറിലേക്ക് മാറ്റുവാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയിൽ നിന്ന് ഒരു 1/2 ടേബിൾ സ്പൂൺ ഞാൻ ഈ ബീഫിലേക്ക് ചേർക്കുവാണ്. എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്തിരി ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കാം. ഈ ബീഫ് ഒരു 4 വിസിലടിക്കുമ്പോഴത്തേനും നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ 4 വിസിൽ വരെ അടുപ്പിച്ച് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഇനി ഈ ബീഫിനകത്തുള്ള വെള്ളം നമുക്ക് ഈ കുക്കർ തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നന്നായിട്ട് ഡ്രൈ ആവണം, വെള്ളം ഫുള്ളായിട്ട് വറ്റണം. ഇപ്പോൾ ഈ ബീഫ് വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. ഞാനിപ്പോൾ വേറൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ബീഫ് ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വറുത്തെടുക്കാം, അതല്ലെങ്കിൽ ഓയിലിൽ വേണമെങ്കിൽ വറുത്തെടുക്കാം. അതിനുശേഷം അച്ചാറിടുന്നത് നല്ലെണ്ണയിലാണ്. നല്ലെണ്ണയിലാണെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകത്തില്ല. ഈ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ബീഫ് ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഈ വേവിച്ച് വെള്ളം വറ്റിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബീഫിന് നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അച്ചാറിൻ്റെ 2 ബീഫ് എടുക്കുമ്പോൾ നെയ്യ് പീസ് അങ്ങനെ നെയ്യുള്ള കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം, അതിൻ്റെ മീറ്റ് മാത്രമായിട്ടുള്ളത് വേണം എടുക്കാൻ. ഈ ബീഫ് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുവാണെങ്കിൽ ഒത്തിരി നാൾ ഈ അച്ചാർ കേടാവാതിരിക്കും. പിന്നെ ഇതിലേക്ക് ചുവന്നുള്ളി, സവോള അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർക്കരുത്. ചേർത്ത് കഴിയുമ്പോൾ അച്ചാർ കേടായി പോവും. ഞാൻ ഈ ബീഫ് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചി ചേർക്കാം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില വഴറ്റിയെടുക്കാം. ഇതിലൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടി, പെരിഞ്ജീരകം, വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
പച്ചമണം മാറുന്നത് വരെ ഇത് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുക്കാൻ, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർക്കാം. 5 ടേബിൾ സ്പൂൺ വരെ വിനാഗിരി. ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറിൽ ഉപ്പ് എരിവൊക്കെ ഇത്തിരി മുമ്പോട്ടുണ്ടാകണം. ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നമ്മുടെ ഈസി ടേസ്റ്റി ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയും. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നന്നായിട്ട് തണുത്തതിന് ശേഷം കുപ്പിയിൽ സൂക്ഷിക്കണം. സൂക്ഷിക്കുന്ന കുപ്പി ഞാൻ അച്ചാറിൻ്റെ എല്ലാ റെസിപ്പിയിലും പറയാറുണ്ട്. നല്ല ഉണങ്ങിയ കുപ്പിയിൽ വേണം സൂക്ഷിക്കാൻ. നല്ല പെട്ടെന്ന് പൂപ്പിലൊക്കെ പിടിച്ചു പോകും. ഇതിൽ ഇത്തിരി കൂടെ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചിട്ട് തന്നെ വേണം ഗ്രേവി ആക്കാൻ.